പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ആദ്യ പകുതിയിൽ ദൈവം തന്ന അപാരമായ സാധ്യതകൾ, ദൈവം തന്ന ധാരാളം കഴിവുകൾ എന്താണെന്നറിയാതെ നമ്മുടെ ജീവിതം മുരടിച്ചു പോകാം. രണ്ടാം പകുതിയുടെ അവസാനത്തേക്കെങ്കിലും മനസ്സിലാകുന്നു, ദൈവം അപാരമായ സാധ്യതകളും കഴിവുകളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതറിയാതെയും ജീവിതം മുരടിച്ചു പോകാം. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ സംവിധാനങ്ങളും എല്ലാ അറിവുകളും നേടുവാനും ജീവിതത്തിൽ ഉയർന്ന് പറക്കുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളോടായി പറയാനുള്ളത്, കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് എത്തിപ്പിടിക്കുന്നതിലാണ് കാര്യം. അതിന് നല്ലൊരു മെസ്സേജ് ഉള്ളൊരു കഥയാണ് മരം വെട്ടുകാരൻ്റെ കഥ. ഒരു മരം വെട്ടുകാരൻ വനത്തിൽ മരം വെട്ടുവാൻ പോയി. അവിടെ ഒരു കഴുകൻ്റെ കൂട് കണ്ടു. ആ കൂട്ടിനകത്ത് ഒരു മുട്ടയുണ്ടായിരുന്നു. ആ മുട്ടയെടുത്ത് കുടുംബനാഥയെയും മക്കളെയും കൊണ്ട് കാണിച്ചു. അവർ ഈ കഴുകൻ്റെ മുട്ടയെ കോഴിക്കുഞ്ഞിനെ വിരിയാൻ വേണ്ടി അതിനോടൊപ്പം ഈ കഴുകൻ്റെ മുട്ടയെയും അങ്ങ് അടവച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു വന്നതോടൊപ്പം കഴുകൻ്റെ കുഞ്ഞും മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വന്നു. കോഴിക്കുഞ്ഞ് കയറിച്ചാടുന്ന പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കയറിച്ചാടി കുടുംബനാഥ കൊടുക്കുന്ന ആഹാരമെല്ലാം വാങ്ങി തിന്ന് സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് ജീവിതം എന്ന് അവർക്കും തോന്നി. നമ്മുടെ മക്കൾക്കും ചിലർക്കെങ്കിലും ഇങ്ങനെ തോന്നാം. പക്ഷേ ഈ കഴുകൻ കുഞ്ഞ് വളർന്ന് വലുതായി കിടപ്പിലായി. അങ്ങ് ആകാശവിധാനത്തിൽ കണ്ട കാഴ്ച വളരെയധികം ദുഃഖം തോന്നി. അങ്ങ് ആകാശവിധാനത്തിൽ പാറിപ്പറങ്ങി നടക്കുന്ന കഴുകന്മാരെ കണ്ടപ്പോൾ ഞാനും ഒരു കഴുകനായിരുന്നുവെങ്കിൽ മറ്റു കഴുകന്മാരെ പോലെ ആകാശവിധാനത്തിൽ പാറിപ്പറന്ന് നടക്കാമായിരുന്നു എന്ന് തോന്നി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സമയം കഴിഞ്ഞു പോയി. ഈ കഥയിലെ കഴുകനാകാതെ നമ്മൾ ഓരോരുത്തരും ഓരോ രംഗത്ത് ഉയർന്നു പറക്കുവാനുള്ള ശേഷി നമുക്കുണ്ട്. അങ്ങനെ ഉയർന്നു പറക്കുവാനുള്ള ശേഷി നമുക്ക് ഓരോരുത്തർക്കും ദൈവം കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയും പറക്കുവാനുള്ള കഴിവും നമുക്ക് ഓരോരുത്തരും കിട്ടുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.